വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. വെറും 5 മിനിറ്റിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള പുട്ടും ഇടിയപ്പവും ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് റാഗി സേമിയ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ വാങ്ങിച്ച റാഗി സേമിയ ഇതാണ്. നല്ല ക്വാളിറ്റി ആയിരുന്നു. ഞാനൊരു 4 കവർ വാങ്ങിച്ചു. നമ്മൾ 4 കവർ യൂസ് ചെയ്തു പല പ്രാവശ്യമായിട്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള റാഗി സേമിയ എടുക്കുക. എന്നിട്ട് അത് നികക്കെ വെള്ളം ഒഴിച്ച് ഒരു 4 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞ് വാലാൻ വെക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഈ റാഗി സേമിയ പൊടിഞ്ഞു പോകും. അതുകൊണ്ടൊരു 4 മിനിറ്റ് മാക്സിമം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 4 മിനിറ്റിന് ശേഷം ഇതേപോലൊരു വെള്ളമൊക്കെ നമ്മൾ അരിയൊക്കെ വാലാൻ വെക്കത്തില്ലേ, അതേ പോണക്കത്തെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് വെള്ളം കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പം കുറച്ച് നേരം വെള്ളം ഒന്ന് വാർന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. കൈകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ഇളക്കിയേ മിക്സ് ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ റാഗിയുടെ സേമിയയൊക്കെ നല്ല വെള്ളമൊക്കെ തോർന്നിട്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഇതേപോലെ ഒരു ചിരട്ട പുട്ടൂറ്റി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഈ സേമിയയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ വേറെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കുക്കറിൻ്റെ മുകളിലാണ് നമ്മുടെ ചിരട്ടപ്പുട്ടൂറ്റി വെച്ചേക്കുന്നത്. നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചേക്കുകയാണ്. അതും ഒരു 2 മിനിറ്റ് മാക്സിമം മതി. അതിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഈ സെയിം റാഗി സേമിയ കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പം ഞാൻ നമ്മുടെ അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇഡലി തട്ട് വെച്ചിട്ടുണ്ട്. ആ തട്ടിനകത്ത് ജസ്റ്റ് വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ടൊന്ന് തടവിയിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുതിർത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. ജസ്റ്റ് ഇത് കുതിരുന്ന ടൈം മാത്രമേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു 2-3 മിനിറ്റ് ഇത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതേസമയം നമ്മൾ നേരത്തെ വെച്ചിരുന്ന നമ്മുടെ ചിരട്ടപ്പുട്ടും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റാഗി സേമിയ കൊണ്ടുള്ള ചിരട്ടപ്പുട്ട് അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്, കണ്ടല്ലോ. ബാക്കി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കുറച്ച് തേങ്ങ ഇടുക, പിന്നെ കുറച്ച് റാഗി സേമിയ ഇടുക, അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ പുട്ടുകുറ്റിയിലും നോർമൽ പുട്ടുകുറ്റിയിലും ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇടുന്നതാണ് നല്ലത് കേട്ടോ. സ്പൂൺ കൊണ്ടൊക്കെ ഇടുമ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് നോർമൽ സ്റ്റീമിൽ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് കുക്കിംഗ് ടൈമേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വെച്ചേക്കുന്ന ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഒരു ചെറിയ 2-3 പഴം മാത്രം മതി. കറിയൊന്നും ഇല്ലെങ്കിലും ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പുട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം 5 മിനിറ്റ് മതി, മാക്സിമം ഒരു 10 മിനിറ്റ്. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, റാഗി സേമിയ കിട്ടുന്നുണ്ടെങ്കിൽ. അപ്പോൾ സാധാരണ നമ്മൾ റാഗിയൊക്കെ വാങ്ങിച്ച് പൊടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ ഈ റാഗി സേമിയ ഇങ്ങനെ കിട്ടി ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഞാൻ ഇതിൻ്റെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ബിരിയാണി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുട്ടും ഇടിയപ്പവും, അങ്ങനെ നമുക്ക് ഒരുപാട് ഡിഷസ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ടൈം എടുക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.